ഹലോ. അപ്പം ഇന്നൊരു കാർത്തിക വിളക്ക് സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു ദിവസം മുൻപോ അല്ലെങ്കിൽ നേരത്തെയോ ചെയ്തു വെക്കേണ്ട കാര്യം ഞാൻ ഇനിയാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വട്ടം കത്തിച്ച കാർത്തിക വിളക്കെല്ലാം കൂടി കെട്ടിയെടുത്ത് തലമുറയുടെ മണ്ടേ വെച്ചിട്ട് ഇപ്പോഴാണ് പോയി തുറന്നു നോക്കിയപ്പോഴും അത് ഒരെണ്ണം പൊട്ടിയിരിക്കുക. പിന്നെ അതൊക്കെ മാറ്റി നോക്കിയപ്പം എല്ലാത്തിലും നല്ല രീതിക്ക് അഴുക്കൊക്കെ പിടിച്ച് നല്ല പൊടിയായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇനി ഇത് ക്ലീൻ ചെയ്യണം. കഴുകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കഴുകി ഉണങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവുന്നുണ്ട്. ജസ്റ്റ് എല്ലാം ഒന്ന് തുടച്ചെടുക്കാമെന്ന് കരുതി. അമ്മ രാവിലെ പറഞ്ഞത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. 2 ദിവസം മുമ്പേ പറഞ്ഞു, അന്നൊന്നും ചെയ്തില്ല, മടി പിടിച്ചിരുന്നു. എങ്കിൽ ഇന്ന് രാവിലെ എങ്കിലും ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ കരുതി വൈകിട്ടാവട്ടെ, സമയമുണ്ടല്ലോ, ഇത് തുടച്ചെടുക്കുക, അതിനുവേണ്ടി വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ അവസാന നിമിഷമാണ് ഇതെടുത്ത് നോക്കിയപ്പം ഇത്ര അഴുക്കുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അവസാനം എല്ലാം എടുത്ത് നല്ല രീതിക്ക് തുടച്ചെടുത്തു. പിന്നെ വലിയ രീതിക്ക് കഴുകാൻ പറ്റില്ലല്ലോ, പൊട്ടിപ്പോവില്ലേ, അത്ര കട്ടിയുള്ളതല്ലല്ലോ ഈ ചട്ടിവിളക്ക്. ഇന്നാണ് അലമാരയുടെ മണ്ടയിൽ നിന്നെല്ലാം കൂടി എടുക്കുന്നത്. കഴിഞ്ഞ വട്ടം കത്തിച്ച വിളക്ക് തന്നെയാണ് ഈ വട്ടം യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വാങ്ങിയതൊന്നുമില്ല. ശരിക്കും ഇത് കുറച്ചുകൂടെ നേരത്തെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചു. ബട്ട് സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തുടച്ചെടുക്കാം. ഇനിയിപ്പം കഴുകി ഉണക്കാനൊക്കെ ടൈമില്ല. മാത്രമല്ല ഒരുപാടും കഴുകഞ്ഞത് പൊട്ടിയൊക്കെ പോകും. അപ്പോൾ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കത്തിക്കാം. കുളിച്ചൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ലേറ്റായി. കാരണം ഇതൊക്കെ തുടച്ച് വെച്ചു. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയത് കാരണം നമ്മൾ കുളിച്ച് വിളക്ക് കത്തിക്കാൻ കുറച്ച് ലേറ്റായി. ചട്ടിവിളക്ക് മാത്രമല്ല മെഴുകുതിരിയും കത്തിക്കുന്നുണ്ട്. ചട്ടിവിളക്ക് അധികം നമ്മുടെ ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് മെഴുകുതിരിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെഴുകുതിരിയും കൂടെയാണ് കത്തിക്കുന്നത്. അപ്പം കത്തിക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ, ഞാനും അമ്മയും ദയയും കൂടെയാണ് ഇത് ഫുള്ള് ചെയ്യുന്നത്. അത്ര ഇരുട്ടിയിട്ടില്ല, പക്ഷേ വീഡിയോയിൽ കുറച്ച് രാത്രി ആയ പോലെ കണ്ടാലും അത്ര ഇരുട്ടിയിട്ടില്ല. അത് കുറച്ച് ലൈറ്റ് കുറച്ചിട്ടെടുത്ത വീഡിയോ ആയി. അപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും ചിലപ്പോൾ നല്ല രാത്രിയിലായത് കത്തിക്കുന്നത്. അത്ര രാത്രിയൊന്നുമല്ല, ലൈറ്റിൻ്റെ ഒരു ഇത് കൂട്ടിയും കുറച്ചിട്ട് കൊടുത്തേക്കാണ്. പണ്ട് തൊട്ടേ കാർത്തിക വിളക്ക് ഇതിങ്ങനെ ചട്ടിവിളക്ക് കത്തിക്കാറുണ്ട്. നേരത്തേക്ക് എനിക്കൊന്ന് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ പിന്നെ കുറഞ്ഞു വരികയാണ്. ചട്ടിവിളക്കെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇനിയിപ്പം എണ്ണ ഒഴിച്ച് കത്തിച്ചാൽ മാത്രം മതി. അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുന്ന പരിപാടികളാണ് എനിക്ക് കാണുന്നത്. അത്യാവശ്യം ചട്ടിവിളക്ക് കയ്യിലുണ്ടായിരുന്നു. ബാക്കി മെഴുകുതിരിയും കൂടെ വെക്കാമെന്ന് കരുതി. എല്ലാ വട്ടവും കുറച്ച് നേരത്തെ കത്തിക്കാറാണ് പതിവ്. ഇന്ന് കുറച്ച് ലേറ്റായി, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മടി പിടിച്ചിരുന്നത് കാരണം ലേറ്റായിപ്പോയി. പിന്നാവട്ടെ എന്ന് വെച്ചിരുന്നത്. അത്ര ലേറ്റ് ആവുന്ന അങ്ങനെ കരുതിയതുമില്ല. എന്തെങ്കിലും ഇതേപോലെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരും എല്ലാം എനിക്ക് ചെയ്യണം. പക്ഷെ ഞാൻ എല്ലാം ഇങ്ങനെ ലാഗ് അടിച്ച് നിൽക്കും. ലാസ്റ്റ് അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ വഴക്കൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എല്ലാം സ്പീഡാക്കി തുടങ്ങും. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഞാൻ കരുതിയത് വൈറ്റ് മെഴുകുതിരിയാണ്, പക്ഷേ ഇത് ബ്രൗൺ കളർ ക്യാൻഡിലായിരുന്നു. അങ്ങനെ മെഴുകുതിരിയും ചട്ടിവിളക്കും എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ എനിക്ക് എണ്ണ ഒഴിച്ച് തരും. ഞാൻ ഭയങ്കര സ്ലോയിൽ നീ പെട്ടെന്ന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് തരുമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ തിരിയിട്ട് കത്തിച്ചാൽ മാത്രം മതി. മാത്രമല്ല സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് 3 പേരുടെ പെട്ടെന്നായിരുന്നു എല്ലാം ചെയ്തത്. നിങ്ങൾ ഈ മാല കണ്ടു? ഇത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത്, പിന്നെ ഞാൻ ഉടുപ്പിൽ വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടം. ഞാനും എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയും കൂടി കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്തായപ്പോഴത്തേക്ക് ചെറിയൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ. ഒരു ഓർണമെൻറ്റ്സിൻ്റെ ആയിരുന്നു സംഭവം. അത് ഞങ്ങൾ പേരിട്ടത് ലക്ഷ്മിക എന്നായിരുന്നു. ഇൻസ്റ്റയിലുണ്ട് ആ പേജ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് കുറേ ടൈപ്പ് ഓണത്തിന് പറ്റിയ മാലകൾ, അങ്ങനത്തെ കുറച്ച് ഓർണമെൻറ്റ്സ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പം ആ സമയത്ത് കുറേ ട്രെൻഡിങ് ആയിരുന്നു ഇങ്ങനെ ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും അങ്ങനെ എല്ലാത്തിലും നോക്കിയിട്ട് ഒരു കിറ്റ് വാങ്ങി. ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യുന്ന ഒരു കിറ്റ് വാങ്ങി. അതിനകത്ത് ഗിയർ വെയർ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 2 ടൈപ്പ് ഗിയർ വെയർ, പിന്നെ കുറേ സ്വീക്വൻസ്, അങ്ങനെ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാം ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യുന്നത്, പിന്നെ ഗിയർ ലോക്ക്, അങ്ങനെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും അതിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടാക്കിയ മാലയാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കോയിൻ വരുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം. അതിനിടയ്ക്ക് എൻ്റെ ദേഹത്ത് എന്തോ ഈച്ച കയറി പോകുന്നത്. നമ്മൾ സംസാരിച്ച് വേറെ ടോപ്പിക്കിലേക്ക് തന്നെ പോയി. അപ്പം എല്ലാത്തിലും തിരിയൊക്കെ ഇട്ടു, എണ്ണയൊക്കെ ഒഴിച്ചു, ഇനി കത്തിക്കൽ തുടങ്ങി. അങ്ങനെ എല്ലാം കത്തിച്ച് ഞാൻ പിന്നെ കുറച്ച് താഴെയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മുകളിൽ കത്തിച്ച് വെച്ചത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ബാക്കി എല്ലാ ചട്ടിവിളക്കുകളും കത്തിച്ച് തുടങ്ങി പെതുക്കെ. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്ലാക്ക് ആ ലൈറ്റും കൂടെ ഒക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചട്ടിവിളക്ക് ഇതാ കത്തിച്ച് തുടങ്ങി. ഇന്നത്തെ കാർത്തിക വിളക്ക് കാണുമ്പം എനിക്ക് കഴിഞ്ഞ വർഷത്തെ കാർത്തിക വിളക്കാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഞാൻ എല്ലാ വട്ടം കാർത്തിക വിളക്കിൻ്റെ അന്ന് വീട്ടിൽ തന്നെ കാണുമായിരിക്കും. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പം ആ ഹോസ്റ്റൽ ലൈഫിൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഉള്ള സമയത്ത് ഇതേപോലത്തെയൊക്കെ പ്രോഗ്രാംസ്, ക്രിസ്മസ്, ഓണം, അതേപോലെ ഇങ്ങനെ കാർത്തിക വിളക്കിൻ്റെ ദിവസം എല്ലാം നമ്മൾ നല്ല രീതിക്ക് ആഘോഷിക്കുമായിരുന്നു. അതേപോലെ അതെല്ലാം ഭയങ്കര സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആണ്. എനിക്ക് ഓർക്കുമ്പം തന്നെ ഒരുപാട് മെമ്മറീസ് വരുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തായിരുന്നു കാർത്തിക വിളക്ക്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് കുറേ മെഴുകുതിരി, അന്ന് അവിടെ ചട്ടിവിളക്കൊന്നും വാങ്ങിയിട്ടില്ല, അതിൻ്റെ ആവശ്യം അപ്പോൾ നമുക്കില്ലായിരുന്നല്ലോ. കാർത്തിക വിളക്കിന് ചട്ടിവിളക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന നമുക്ക് മെഴുകുതിരി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. റേറ്റ് വെച്ചിട്ടാണെങ്കിലും പൊതുവേ ചട്ടിവിളക്കാകുമ്പോൾ നമുക്ക് തിരി വാങ്ങിക്കണം, എണ്ണ വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് പൈസ കൂടുതലാവും. പക്ഷെ മെഴുകുതിരി ആകുമ്പോൾ അത്ര റേറ്റ് ആവുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് മെഴുകുതിരി ആയിരിക്കും ഹോസ്റ്റലേഴ്സിനൊക്കെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ കത്തിച്ചൊക്കെ വെച്ച് ഒരു വല്ലാത്തൊരു മെമ്മറി ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിൽ മൊത്തം 24 പേരെന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ 24 പേരുടെ കുറേ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാറുണ്ട്. അപ്പം അവിടെയുള്ള ബാക്കി വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ കാർത്തികളൊക്കെ കത്തിച്ച് വെച്ച് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയല്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വൈകിട്ടാകുമ്പോഴത്തേക്ക് കത്തിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ നടക്കാനൊക്കെ പോകുമായിരുന്നു. അതൊരു പ്രത്യേകതരം മെമ്മറിയാണ്. നമ്മളിപ്പം അവിടെ ചെന്നാലായാലും എല്ലാ വീടുകളിലും ഇതേപോലെ കാർത്തികളൊക്കെ കത്തിക്കുന്നവരായിരുന്നു. ഇപ്പം അതൊക്കെ ഓർക്കുമ്പം വളരെ സ്പെഷ്യൽ മെമ്മറീസ് ആയിട്ടാണ് തോന്നുന്നത്. ഞാനവിടെ ക്രിസ്മസ്, ഓണം, പിന്നെ കാർത്തികളൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഫെസ്റ്റിവൽസ് അവിടെ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഗ്യാപ്പിലേക്ക് ഞാൻ എല്ലാ ചട്ടിവിളക്കും കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി കുറച്ച് മെഴുകുതിരി മാത്രമേ കത്തിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അത് ആദ്യം കത്തിച്ചപ്പോൾ എൻ്റെ കയ്യിൽ വീണ് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന്, കാരണം അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല, അതിൻ്റെ അടിഭാഗം അത്ര അങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടിഭാഗത്ത് തീ കത്തിച്ചിട്ട് വെക്കാൻ. അപ്പോൾ ഞാൻ ആ മെഴുകുതിരിയിൽ നിന്ന് തന്നെ ഡ്രോപ്പ് ഇട്ടിട്ട് അതിൽ നിന്ന് വെക്കാൻ നോക്കിയിട്ട് അങ്ങനെ ആദ്യം ഇരുന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ അമ്മ പറയുന്ന രീതി തന്നെ ചെയ്തപ്പോഴാണ് മെഴുകുതിരി ഇരുന്നത്. ഫ്രണ്ടിൽ ഭാഗത്തെല്ലാം ചട്ടിവിളക്കും വെച്ചു, ബാക്കിയുള്ള സൈഡിലൊക്കെ മെഴുകുതിരിയും കത്തിക്കാൻ വെച്ചു. ആദ്യം കുറച്ച് ഞാൻ എല്ലാം ചെയ്തുകൊണ്ട് ദയക്ക് അങ്ങനെ കത്തിക്കാൻ പറ്റിയില്ല. പിന്നെ ബാക്കി കുറേയൊക്കെ ദയാണ് കത്തിച്ചത്. എല്ലാം ഞാൻ അല്ലാട്ടോ ചെയ്യുന്നത്, അമ്മയും ദയും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ദയ വീഡിയോ എടുക്കുന്നുണ്ട്, അവർക്ക് അങ്ങനെ കത്തിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാം, നീ വന്ന് കത്തിക്കാൻ. അങ്ങനെ അവളും കുറച്ച് കത്തിക്കുകയൊക്കെ ചെയ്തു. ഇത് ഫുള്ള് കത്തിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ. ഞാൻ ഫോട്ടോ എടുത്തതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കയറി ലൈക്കൊക്കെ ചെയ്യണേ. അങ്ങനെ ബാക്കിയുള്ള മെഴുകുതിരി എല്ലാം ആ സൈഡിൽ തന്നെ കത്തിച്ചു. പിന്നെ കുറച്ചെടുത്ത് പുറത്ത് ഗേറ്റിൻ്റെ ഭാഗത്തും അവിടെ ഇവിടെ കത്തിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, മാത്രം അവിടെ ക്ലിയർ അല്ലായിരുന്നു, അതാ പിന്നെ വീഡിയോയിൽ ആഡ് ചെയ്യാതിരുന്നത്. അങ്ങനെ മെഴുകുതിരി എല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാൻഡിൽസ് ആകുമ്പോൾ ഇനിയിപ്പം എടുക്കാൻ വരേണ്ട കാര്യമില്ല, ഇതെല്ലാം കത്തി അങ്ങ് പൊക്കോളും. പക്ഷേ ചട്ടികളൊക്കെ അതുപോലെ അല്ലല്ലോ, ഇനിയിപ്പോൾ രാത്രി ഇതെല്ലാം കത്തി കഴിയുമ്പോഴത്തേക്ക് എല്ലാം വന്ന് എടുത്തുകൊണ്ടൊക്കെ പോകണം. എടുക്കാതിരിക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും കാക്കയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ 1-2 ചട്ടികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ചട്ടികൾക്ക് തന്നെ നമുക്ക് കുറേ പേരുകൾ പറയുമല്ലോ, ചട്ടിവിളക്ക്, കാക്കവിളക്ക്, പിന്നെന്താ ചിരാത്, അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ. ഈ കാക്ക എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരിക്കുമോ കാക്കവിളക്കെന്ന് പേര് വന്നത്, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ ഗ്യാപ്പ് കൊണ്ട് തന്നെ ദയ അത്യാവശ്യം അല്ല കേട്ടോ, എല്ലാം എഴുതിയും കത്തിച്ച് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം കത്തി തീരുമ്പോഴത്തേക്ക് നമുക്കിനി ഒന്ന് എടുത്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എല്ലാം കത്തിയൊക്കെ തീർന്നു, മെഴുകുതിരി എല്ലാം കത്തി തീർന്നു. പിന്നെ ബാക്കി ചട്ടിവിളക്കുകളാണെങ്കിൽ തന്നെ എല്ലാം കത്തിയിട്ട് പോയിരുന്നു. നമുക്കിതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കണം. ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നില്ല, എല്ലാത്തിനും അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് എല്ലാത്തിനും ഒന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാം ഇന്ന് ക്ലീൻ ചെയ്ത് എന്താ നടക്കില്ല, നാളെ ആയിരിക്കും ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എല്ലാം എടുത്ത് കെട്ടി എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നാളെ ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലീൻ ചെയ്തിട്ടെടുത്ത് അലമാരയുടെ മണ്ടയിലോ എവിടെയെങ്കിലും സൂക്ഷിച്ച് ഭദ്രമാക്കി വെക്കണം. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.